നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. 16ാം നിയമസഭ നിലവിൽ വന്നു. റവന്യൂ മന്ത്രിയായി AP അനിൽകുമാർ ചുമതലയേറ്റു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പ്രയാസരഹിതമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി. വാർത്തകൾ വിശദമായി. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിൽ പ്രോടൈം സ്പീക്കർ G. സുധാകരൻ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. K. മുരളീധരൻ, ഫൈസൽ ബാബു, മാണി C. കാപ്പൻ, മാത്യു കുഴൽനാടൻ, സന്ദീപ് വാര്യർ, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, രമേശ് പിഷാരടി എന്നിവർ ഇംഗ്ലീഷിലും AKM അഷറഫ് കന്നഡയിലും F. രാജ തമിഴിലും മറ്റ് അംഗങ്ങൾ മലയാളത്തിലുമാണ് സത്യവാചകം ചൊല്ലിയത്. പ്രോടൈം സ്പീക്കറായി സഭ നിയന്ത്രിച്ച G. സുധാകരൻ മെയ് 20 ലോക് ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. റവന്യൂ മന്ത്രിയായി AP അനിൽകുമാർ ചുമതലയേറ്റു. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയായി AP അനിൽകുമാർ സെക്രട്ടേറിയറ്റ് നോർത്ത് മെയിൻ ബ്ലോക്കിലെ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ വ്യാഴാഴ്ച ചുമതലയേറ്റു. തുടർന്ന് റവന്യൂ സർവേ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രാഥമിക ചർച്ചകൾ നടത്തി. ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു K, റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി A. ഗീത, സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവു, റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറിയും ILDM എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അനു S. നായർ, ലാൻഡ് ബോർഡ് സെക്രട്ടറി സബിൻ സമീദ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ്, ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പ്രയാസരഹിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സാങ്കേതിക കാരണങ്ങളാൽ കുരുങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്രമായ പരിശ്രമം ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി. മന്ത്രി റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ മുഖേന നൽകിയ സന്ദേശത്തിലാണ് ഇക്കാര്യം പ്രസ്താവിച്ചത്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കേരളത്തിൽ പ്രവർത്തന രംഗത്തും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതത്തിലുമൊക്കെ വലിയ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതുയുഗ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിന് ഉള്ള ഒരു പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ടതില്ല. കേരളത്തിലെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ സ്പർശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നത് റവന്യൂ വകുപ്പുമായിട്ടാണ്. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ നീണ്ടു കിടക്കുന്ന സേവനങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. ജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട്, അവരുടെ നികുതിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് റവന്യൂവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ രംഗത്ത് ചെയ്യാവുന്ന പരമാവധി സേവനങ്ങൾ ഇന്ന് റവന്യൂ വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ കുരുക്കഴിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില്ലേജ് ഓഫീസ് മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെയുള്ള റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഏറ്റവും സജീവമായ അത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വേഗത്തിൽ, അതിവേഗവും സുതാര്യവുമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ അവന് ഒരു കണ്ണീരിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് തീർക്കുവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ശ്രമം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്. ജനങ്ങൾക്ക് ഏറ്റവും പ്രയാസരഹിതമായ അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുവാനുള്ള നടപടികൾ റവന്യൂ വകുപ്പിൽ നിന്ന് ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവരും, ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാവരും ആ കാര്യത്തിൽ അതീവമായ താല്പര്യം കാണിക്കും. ഒരു പുതിയ മാറ്റം
ഇന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരിക്കൽ കൂടി എല്ലാവരുടെയും, ഉദ്യോഗസ്ഥരുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും AC മൊയ്തീന് 35 വോട്ടുകളും BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. പ്രോടൈം സ്പീക്കർ G സുധാകരനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. പ്രോടൈം സ്പീക്കർ G സുധാകരൻ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയില്ല. തുടർന്ന് നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. തഹസിൽദാർ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി ഉത്തരവായി. ലാൻഡ് റവന്യൂ വകുപ്പിൽ തഹസിൽദാർ സീനിയർ സൂപ്രണ്ട് തസ്തികയിൽ നിലവിൽ വിവിധ ജില്ലകളിലായി വന്നിട്ടുള്ള 22 ഒഴിവുകളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകി 21/5/2026 ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവ് നൽകി. ഫെയർ കോപ്പി സൂപ്രണ്ട് തസ്തികയിൽ വിരമിക്കൽ മൂലം ഉണ്ടായ ഒഴിവുകളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകി 19/5/2026 ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവായി. തൃശൂർ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലെ ഒഴിവുകളിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകി ഉത്തരവായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.